അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഘ്ബത്ത് എന്ന നാടകം തീരാറായി. മേഘ്ബത്തിൻ്റെ കഥ കഴിയുകയാണ്. അതിമോഹത്തോടെ, അത്യാഗ്രഹത്തോടെ ക്രൂരതകൾ നടത്തി, കൊലപാതകങ്ങൾ നടത്തി, തന്നാൽ കഴിയും വിധമൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞ് അധികാരത്തിൻ്റെ ചെങ്കോലിൻ്റെ സിംഹാസനത്തിൻ്റെ ഉന്നത പദവിയുടെ തന്നാൽ നേടിയെടുക്കാൻ കഴിയുന്നതെല്ലാം നേടിയെടുത്ത്, എന്നാൽ അതൊന്നും ഒരു നിമിഷം പോലും ആസ്വദിക്കാൻ കഴിയാതെ മേഘ്ബത്ത് എന്ന പടനായകൻ, അല്ലെങ്കിൽ മേഘ്ബത്ത് എന്ന നിയുക്ത മഹാരാജാവ് ദുഃഖങ്ങൾക്കുമേൽ ദുഃഖങ്ങളുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദുർസ്വപ്നങ്ങൾ അയാളെ വേട്ടയാടുകയാണ്. മനസ്സാക്ഷി അയാളെ വിചാരണ നടത്തുകയാണ്. ഇപ്പോൾ മറ്റൊരു പ്രയാസം കൂടി. തന്നെ ഈ ഒരു സ്ഥിതിയിലാക്കിയ, തനിക്ക് വേദമോദി തന്ന തൻ്റെ ഭാര്യ, ഇതിലേക്ക് തന്നെ പ്രേരിപ്പിച്ച തൻ്റെ പ്രിയതമ അസുഖം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. തനിക്ക് നാട്ടിൽ ലഭ്യമാകുന്ന ഏറ്റവും നല്ലൊരു ഡോക്ടറെ വിളിച്ച് തന്നെ തൻ്റെ ഭാര്യയുടെ പ്രയാസം എന്താണെന്ന്, അസുഖം എന്താണെന്ന് കണ്ടെത്താൻ മേഘ്ബത്ത് ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ എത്തിയിട്ടുണ്ട്. തൊഴിയുടെ കൂടെ ഡോക്ടർ രാജ്ഞിയെ വീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നത്. എന്നാൽ ഇതേ സമയം ഇംഗ്ലണ്ടിലെ ഒരു പ്രദേശത്ത് വലിയൊരു പടയൊരുക്കം നടക്കുകയാണ്. ആരൊക്കെയാണ് ഈ പടയൊരുക്കത്തിന് നേതൃത്വം നൽകുന്നതെന്ന് അറിയണ്ടേ? ഒന്ന് മൽക്കം രാജകുമാരനാണ്. മറ്റൊന്ന് ഫിഫിയ പ്രഭു മാക്ഡഫാണ്. മാക്ഡഫ് മൽക്കം രാജകുമാരനോട് ചോദിക്കുന്നു, നിങ്ങൾ അന്ന് ഓടിപ്പോയത് ശരിയായില്ല. രാജാവിൻ്റെ അന്ത്യം നടക്കുന്ന സമയത്ത് രാജാവ് അന്തരിച്ചു എന്ന് പറയുമ്പോൾ ആ വേളയിൽ പിന്നീട് രാജ്യത്തിന് ശക്തി പകരേണ്ടത് നിങ്ങളായിരുന്നു. എങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ആ കൊലയാളിയായ മേഘ്ബത്തിനെ അവിടെ നിന്ന് അകറ്റാമായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഏതായാലും പോട്ടെ. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, മേഘ്ബത്ത് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. മേഘ്ബത്ത് എന്തൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേഘ്ബത്ത് പലതും പറയുന്നു, ബാങ്കോയെക്കുറിച്ച് പറയുന്നു. എന്നാൽ മേഘ്ബത്തിൻ്റെ ഭാര്യയോ ഉറക്കത്തിൽ എന്തൊക്കെ വിളിച്ചു പറയുന്നു. ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. മേഘ്ബത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പടയണികളിൽപ്പെട്ട പല ആളുകളും ഇംഗ്ലണ്ടിൽ എത്തിക്കഴിഞ്ഞു. പടയൊരുക്കം സജീവമാണ്. എന്നാൽ മേഘ്ബത്ത് ആവട്ടെ, പണ്ട് പ്രവചിച്ച, താൻ മഹാരാജാവാകും എന്ന് പ്രവചിച്ച ആ പ്രേതരൂപികളോട് തന്നെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അമ്മ പ്രസവിച്ച ഒരാൾക്കും നിങ്ങളെ വധിക്കാനാകില്ല. ബ്രഹ്മവനം ഡെൻസൻഡൈൻ കുന്നിൻ്റെ മുകളിൽ എത്തുന്നതുവരെ നിങ്ങളെ ആർക്കും കീഴ്പ്പെടുത്താനാകില്ല. ഈ രണ്ട് പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ സധൈര്യം ഇരിക്കുകയാണ്. എന്നെ വധിക്കാൻ അമ്മ പ്രസവിച്ച ഒരാൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കും എന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ അർത്ഥം? പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ദുസ്വപ്നങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടെങ്കിലും, അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും, ഈ പ്രവചനങ്ങൾ അദ്ദേഹത്തിന് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ ഈ പ്രവചനങ്ങൾക്ക് പുറകിലും ചിലതുണ്ട്. ഏതായാലും ഇംഗ്ലണ്ടിലെ മാക്ഡഫിൻ്റെയും മൽക്കം രാജകുമാരൻ്റെയും കീഴിലുള്ള പടയൊരുക്കം, മറ്റൊരിടത്ത് രാജാവ് തൻ്റെ പത്നിക്ക് നൽകുന്ന ചികിത്സ, എവിടെയാണ് കഥ എത്തി നിൽക്കുന്നത്? ഇനി നമുക്ക് ബാക്കി പാഠഭാഗം കൂടി ഒന്ന് പരിശോധിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചത്, രാജ്ഞി രാത്രി എഴുന്നേറ്റ് വരുന്നു, കൈ കഴുകുന്നത് പോലെ തോന്നിപ്പിക്കുന്നു, അതുപോലെ ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാ പറയുന്നുണ്ട്? ആ സമയത്ത് ഡോക്ടർ പറയുന്നു, ഞാനൊന്ന് എഴുതി വെക്കട്ടെ, കാരണം ഇനി പിന്നീട് എനിക്ക് ഓർക്കണമെങ്കിൽ ആ കാര്യങ്ങളൊന്ന് എഴുതി വെക്കണമെന്ന രീതിയിൽ അവർ എഴുതി വെക്കുന്നു. ഇനി അടുത്ത ലേഡി മാക്ബത്തിൻ്റെ പ്രവർത്തനമാണ് പാഠഭാഗത്തിൽ നമുക്ക് തുടർന്നെടുക്കാനുള്ളത്. ലേഡി മാക്ബത്ത്, ഇഖ്തഫി അയ്യതുഹൽ ബുഖാൽ മൽഊന അഖൂലു ലക്കി ഇഖ്തഫി. ശപിക്കപ്പെട്ട പ്രദേശമേ, മറയൂ മറയൂ, ഞാൻ പറയുന്നു മറയൂ മറയൂ. ഇതാണ് ലേഡി മാക്ബത്തിൻ്റെ ആ സംഭാഷണത്തിൻ്റെ തുടക്കം. ഇഖ്തഫി, മറയൂ. അയ്യതുഹൽ ബുഖാൽ മൽഊന,
ബുക്കയത്ത് പ്രദേശം, മൽഊനത്ത് ശപിക്കപ്പെട്ടത്. അഖൂലു ലക്കി ഞാൻ നിന്നോട് പറയുന്നു, ഇഖ്തഫി മറയൂ. അസ്സാഅ തദുഖുൽ വാഹിദ അസാനിയ ഖദ് ഹാനൽ വഖ്തു ഇദൻ അൽ ജഹീം അൽ മുദ്ലിം അൽ ജഹീം മുദ്ലിം ഖദ് ഹാനൽ വഖ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്സാഅ തദുഖുൽ വാഹിദ സമയം ഒന്നടിച്ചു കേട്ടോ, അസാനി രണ്ടടിച്ചു. ഖദ് ഹാനൽ വഖ്തു ഉറക്കത്തിൽ ഇങ്ങനെ ഒന്ന് പറയാം, ഒന്നായി രണ്ടായി, സമയമായി സമയമായി. ആ സംഭവം ഓർക്കാണ്. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോൾ തൻ്റെ ഭർത്താവിനോട് മാക്ബത്തിനോട് പറഞ്ഞല്ലോ, ഇരുട്ടായി, എല്ലാവരും ഉറങ്ങി, നിങ്ങൾ പോയി രാജാവിനെ വധിക്കൂ. ആ സമയം ആ ഒരു സംഭവം, ആ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അൽ ജഹീം മുസ്ലിമൻ, ജഹീം എന്ന് പറഞ്ഞാൽ നരകം എന്നാണ്. മുസ്ലിം സമയം വളരെ ഇരുട്ടേറിയിരിക്കുന്നു. നരകം പോലെയുള്ള ഇരുട്ട്, നരകം പോലെയുള്ള ഇരുട്ട് എന്നൊരു പ്രയോഗമായിട്ട് പറയുകയാണ്. ആരിൻ അലൈക യാ സയ്യിദി, പിന്നെ ഓരോ സംഭാഷണം. ആരിൻ അലൈക യാ സയ്യിദി, നിങ്ങൾക്ക് മോശമാണ് കേട്ടോ. ഷെയിം അപ്പോൺ, ഷെയിം പപ്പി, ഷെയിം എന്നറിയില്ല, അതെ, ഷെയിം അപ്പോൺ യു, നിങ്ങളുടെ മേൽ മോശമാണ്, നിങ്ങൾക്ക് നാണമില്ലേ. ആരിൻ അലൈക അൻ തകൂന ജുന്ദിയ്യൻ വതഖാഫ്, മാക്ബത്തിന് ധൈര്യമില്ല, രാജാവിനെ പോയി കൊല്ലാനുള്ള ധൈര്യം മാക്ബത്തിന് കിട്ടുന്നില്ല. ആ സമയത്ത് ലേഡി മാക്ബത്ത് ധൈര്യം കൊടുക്കുകയാണ്, മോശം, നിങ്ങളൊരു സൈന്യാധിപനാണ്, നിങ്ങളൊരു സൈന്യാധിപനാണ്, പടത്തലവനാണ്, എന്നിട്ട് നിങ്ങളുടെ മേൽ മോശമാണ്. ആരിൻ അലൈക, നിങ്ങളുടെ മേൽ അപമാനമാണ്. യാ സയ്യിദി, പ്രിയതമ. ആരിൻ അലൈക അൻ തകൂന ജുന്ദിയ്യൻ വതഖാഫ്, നിങ്ങളൊരു സൈന്യാധിപനായിരിക്കെ, ഒരു ജുന്ദിയായിരിക്കെ, സൈന്യത്തിൽപ്പെട്ട ഒരാളായിരിക്കെ നിങ്ങൾ ഭയപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് മോശമാണ്. നിങ്ങളൊരു സൈന്യത്തിൽപ്പെട്ട ആളായിട്ട് നിങ്ങൾ എന്തിനാ ഭയക്കുന്നത് എന്നാ ചോദിക്കുന്നത്. ലൻ നഖാഫു അൻ യഅരിഫ സിന്നന സിറന വമാ മിൻ അഹദിൻ യംലികു അൻ യുസാഇലന. ലം നഖാഫു, നമ്മൾ ഭയപ്പെട്ടിട്ടില്ല, നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അൻ യഅരിഫ സിറന, നമ്മുടെ രഹസ്യം അറിയൽ. വമാ മിൻ അഹദിൻ യംലികു അൻ യുസാഇലന, ഇതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ രഹസ്യം, നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം ആരും അറിയില്ല, നമ്മളോട് ചോദിക്കാൻ ആർക്കും അധികാരമില്ല. വമാമിൻ അഹദിൻ, ആരും ഇല്ല, യംലിക്കു, അവൻ ഉടമപ്പെടുന്ന, അവനക്ക് അവകാശമുള്ള ഒരാളുമില്ല, അയ്യുസാഇലന, നമ്മളോട് അങ്ങോട്ടും ചോദിക്കാൻ. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ അധികാരമുള്ള ആരുമില്ല, ആരും നമ്മളോട് ചോദിക്കില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ ഭയപ്പെടുന്നത്. ولكن كيف كان بوسعنا أن نخمن أن بالرجل العجوز مثل هذا القدر العزيز من الدم. ആശയം തന്നെ, ഈ ചങ്ങായിക്കൊക്കെ എത്ര രക്തം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ, അതാ പറയണേ. വലാക്കിൻ കൈഫ കാന ബിഉസ്ഇന, നമ്മുടെ ചിന്താ വിശാലതയിൽ പെട്ടതായിരുന്നോ, അൻ നുഹമ്മിന, നാം വിശ്വസിക്കൽ, നാം കാണൽ, അന്ന ബിർറജുലി അൽ അജൂസ്, ഈ കിളവനായ ഈ ആൾക്ക്, മിസ്ല ഹാദിൽ ഖദറിൽ അസീർ, വലിയൊരളവ് രക്തം ഈ വയസ്സന്റെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ പോലും കിട്ടുമായിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ, ഇത്രയൊക്കെ രക്തം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടും കൂടിയില്ല. നമ്മൾ പറയില്ലേ, സ്വപ്നത്തിലും കൂടി കരുതിയിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് അറിയില്ലേ. അതേപോലെ ഈ വയസ്സിന്, ഈ കിളവിന് ഇത്രമാത്രം രക്തം ഉണ്ടാവും നമ്മൾ കരുതിയില്ല. ഇതൊക്കെ ആ ഉറക്കത്തിൽ നീച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പറയാം, അന്നുണ്ടായ സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാം. എന്തെങ്കിലും മടിച്ചിരിക്കണത്, നിങ്ങളൊരു സൈന്യത്തിൽപ്പെട്ട ആളല്ലേ, ഒരു കൊലപാതകം, ഒരു വയസ്സിനെ കൊല്ലാൻ ഞങ്ങൾക്ക് ഇത്ര പേടി, മോശാട്ടോ. ഈ ചെങ്ങായിക്ക് എന്തൊരു ഇത്ര രക്തം ഉണ്ടാവും നമ്മൾ കരുതിയിട്ടേ ഇല്ല എന്നൊക്കെ ഉറക്കത്തിൽ ഇങ്ങനെ പറയാം. അത്വബീം ആ സമയത്തി മാ തഖൂൽ, നീ അയാൾ പറയുന്നത് കേട്ടോ, അവൾ പറയുന്നത് കേട്ടോ. ലേഡി മാക്ബത്ത്, കാനലി സയ്യിദ് ഫൈവ് സൗജ, ഡോക്ടർക്ക് അത്ഭുതം, കേൾക്കണില്ലിച്ചിപ്പോ എന്ന് ചോദിക്കില്ല നമ്മള്. നീ കേൾക്കുന്നില്ല ഇതൊക്കെ എന്ന് ചോദിക്കൂല. അതേപോലെ ചോദിക്കുകയാണ്, അസമയത്തി മാ തഖൂൽ, അവൾ പറയുന്നത് നീ കേട്ടോ. പിന്നെ ലേഡി മാക്ബത്ത് പറയാം, കാനലി സയ്യിദ് ഫൈവ് സൗജ നാം ലേഡി മാക്ഡഫ് അയിന ഹിയൽ ആൻ. നമ്മളൊരു മാക്ഡഫിൻ്റെ കാര്യം പറഞ്ഞു. സയ്യിദ് ഫൈവ്, ഫീഫിയ പ്രഭു, അതാണ് സയ്യിദ് ഫൈവ് എന്ന് പറയുന്നത്. ഫീഫിയ പ്രഭുവിനൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവൾ എവിടെ പോയി? ശരി, അടുത്ത കാര്യം പറയാണ്, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഭർത്താവിനെ ധൈര്യം നൽകുകയാണ്. ആ സദ്യ കൊടുത്ത സമയത്തൊക്കെ
സിംഹാസനത്തിൽ ബാങ്കോ ഇരിക്കുന്ന രക്തം പുരണ്ട ബാങ്കോയുടെ രൂപം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര പേടിയായി നമ്മുടെ മാക്ബത്തിന്. അതൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഖാനലി സയ്യിദ് ഫൈഫ് സൗജ, ഫിഫിയ രാജാവിന് പ്രഭുവിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. നാം ലേഡി മാക്ഡഫ്, മാക്ഡഫിന്റെ ഭാര്യ. ഐനഹിയൽ ആൻ മാ ഹാദ, ഓളിപ്പോ എവിടെ പോയി? അലൻ തസൂലൽ ബുഖോൻ ഹാതൈനിൽ യദൈൻ, അവരൊക്കെ ഈ രണ്ട് പ്രദേശത്തായിരിക്കില്ലേ? കഫാഖ് യാ മൗലായ കഫാഖ്, മതി, നിങ്ങൾ പേടിക്കണ്ട. യാ മൗലായ കഫാഖ്, അലാമാത്തു ഖൗഫിക് തഫ്സുദു അലൈനാ കുല്ല ഷൈ, നിങ്ങളുടെ ഭയത്തിന്റെ അടയാളങ്ങൾ എല്ലാം ഫസാദാക്കും. ചോദിക്കാണ്, നമ്മൾ മാക്ഡഫിന്റെ ഭാര്യയെ വധിച്ചു. ആ ഭാര്യയെ വധിച്ചത് മറക്കാൻ നമുക്ക് ഇവിടെ ഈ സ്ഥലം മതി. അഥവാ കത്തി കൊടുത്ത് കുഴിച്ചിട്ട് ആ സ്ഥലത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ലേഡി മാക്ഡഫ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മാക്ബത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ എല്ലാം കുഴിച്ചു മൂടും. പിന്നെ അലാമാത്തു ഹൗഫിക്, നിങ്ങളെ ഈ പേടിയുടെ അടയാളങ്ങളുണ്ടല്ലോ. പകലായിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ മാക്ഡഫിന് സമാധാനമില്ല, പ്രവർത്തനമൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, ആകെ മാനസികമായിട്ട് എന്തൊക്കെയോ ഡിസോർഡേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ഈ പേടി, നിങ്ങളുടെ ധൈര്യമില്ലായ്മ, ഇതെല്ലാം തഫ്സുദു അലൈനാ കുല്ല ഷൈ, എല്ലാം അവതാളത്തിലാക്കും. അത്വബീബ്, ഡോക്ടറിന്റെ കേട്ടിട്ട്, വാ അസഫാ ഖദ് വസല ഇലാ സംഇക മാ കാന യൻബഗി ഇഖ്ഫാഉഹു അൻകി, ഖദ് വസല ഇലാ സംഇക, നിന്റെ കാതുകളിലേക്ക് എത്തിയിരിക്കുന്നു. മാ കാന യൻബഗി ഇഖ്ഫാഉഹു അൻകി, മാ കാന യൻബഗി അനിവാര്യമായ ഒന്ന്, ഇഖ്ഫാഉഹു ആ ഒന്നിനെ മറച്ചുവെക്കൽ, അൻകി നിന്നെ തൊട്ട്. അപ്പോൾ നീയൊന്നും കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, തോഴിയോട് പറയാണ്, നീയൊന്നും കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നീ കേട്ടത്, നീ പറഞ്ഞത് സത്യം തന്നെ. അൽ വസീഫ, തോഴി പറയാണ്, ബൽ ലഖദ് നതഖ്തു ഹിയ ബിമാ ലം യകുൻ യൻബഗി അൻ തൻതിഖ ബിഹി, ഞാൻ കേട്ടതല്ല പ്രശ്നം. രാജ്ഞി പറഞ്ഞത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ബൽ ലഖദ് നതഖ്തി ഹിയ, അവൾ മൊഴിഞ്ഞിരിക്കുന്നു. ബിമാ ലം യകുൻ യൻബഗി, പാടില്ലാത്തതായിരുന്നു. അൻ തൻതിഖ ബിഹി, അതുകൊണ്ട് അവർ മൊഴിയൽ. പറയാൻ പാടില്ലാത്തത് അവർ പറഞ്ഞിരിക്കുന്നു, കേൾക്കാൻ പാടില്ലാത്തത് നിങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് തോഴിയോട് ഡോക്ടർ പറഞ്ഞപ്പോൾ തോഴി പറയുന്നു, പറയാൻ പാടില്ലാത്തത് രാജകുമാരി പറഞ്ഞിരിക്കുന്നു. ഗൈറ അന്നി വാസിഖത്തുൻ മിൻ അന്ന സമാഅ വഹദഹാ തഅലമു മാ തഅലമുഹു ഹിയ, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്. ഗൈറ അന്നി വാസിഖ, പക്ഷെ ഞാൻ ഉറപ്പുള്ളവളാണ്. മിൻ അന്ന സമാഅ വഹദഹാ, ആകാശത്തിന് മാത്രമേ അറിയുകയുള്ളൂ. മാ തഅലമുഹു ഹിയ, ഇതിപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളല്ലേ, പക്ഷെ ഇതിനപ്പുറം എന്തൊക്കെയോ ആ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ആകാശത്തിന് മാത്രമേ അറിയൂ അവൾ അറിയുന്ന കാര്യങ്ങൾ. ലേഡി മാക്ബത്ത്, ലാ സിൽതു അശുമ്മു റൈഹത ദം, ഇപ്പോഴും രക്തത്തിന്റെ മണമുണ്ട്. വമാ ബിമഖദൂരിൻ കുല്ല അതൂരിൻ ജസീറത്തുൽ അറബ് അൻ തഅത്തറ ഹാദിഹിൽ യദ് അസ്സഗീറ. ലേഡി മാക്ബത്ത് പിന്നെ നടക്കാം, എന്തോ സ്മെല്ല് പോയിട്ടില്ല. ലാ സിൽതു അശമ്മു റൈഹത്തദ്ദം, ഞാൻ രക്തത്തിൻ്റെ ഗന്ധം ഇപ്പോഴും വമിക്കുന്നു, അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഗന്ധം ഇപ്പോഴുമുണ്ട്. വമാ ബിമഖദൂരിൻ കുല്ല അതൂരി ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡങ്ങളിലെ എല്ലാ അത്തൂറും, അത്തർ സുഗന്ധങ്ങൾ, അതിന് സാധ്യമല്ല. അൻ തഅത്തറ ഹാദിൽ യദി സൈറ, ഈ ചെറിയ കരങ്ങളെ മറക്കാൻ, സുഗന്ധം പൂശാൻ, ഈ ചെറിയ കരങ്ങൾക്ക് സുഗന്ധം നൽകാൻ അറേബ്യയിലെ മുഴുവൻ സുഗന്ധ തൈലങ്ങളും ഉപയോഗിച്ചാൽ സാധ്യമല്ല. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, എത്ര സുഗന്ധം തേച്ചു നോക്കി, ഗന്ധം പോകുന്നില്ല. പാപഭംഗിലമായ ഈ കരങ്ങളുടെ ദുർഗന്ധം നിർത്താൻ അറേബ്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ ലഭ്യമായ സുഗന്ധ തൈലങ്ങൾ മുഴുവൻ ഉപയോഗിച്ചാലും സാധ്യമാകുന്നില്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ. മാ അബ്ശഅ മിൻ മൻദർ, വളരെ മോശം കാഴ്ച. ഖൽബി യതമസ്സഖു അലമൻ, എൻ്റെ ഹൃദയം വേദന കൊണ്ട് പൊട്ടിപ്പോകുന്നു. വളരെ മോശം. എന്താണ് അവസ്ഥ, എന്താണ് അവരെ പറഞ്ഞത്? അൽ വസീഫ, മാ അഹ്സിബനി അർളി ബിഅൻ യകൂന ലി ഖൽബുൻ കഹാദാ വലൗ സിർതു മലിക. അതിനിടയിൽ തോഴിയുടെ ഡയലോഗ്, ഞാനൊക്കെ രാജ്ഞിയായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാവാൻ ഞാൻ ഇഷ്ടപ്പെടൂല.
എന്ന് പറയാം. അതാണ് മാസിബിന്, ഞാൻ കരുതുന്നില്ല അർലീബി അയ്യക്കൂനലിയ കൽബുൻ, എനിക്കിങ്ങനെ ഒരു മനസ്സുണ്ടാക്കാൻ ഞാൻ തൃപ്തിപ്പെടുമെന്ന് കഹാദാ വലോസിർത്തു മലിക്ക, ഞാനൊരു രാജ്ഞിയായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മനസ്സൊന്നും എനിക്കുണ്ടാവൂല. അത്തബീബ് ഹസൻ, ശരിയാ, നല്ലട്ടാ, ഗുഡ്. അൽ വസീഫ ആമുലു അൻ യകൂന അംറു കദാലിക യാ സയ്യിദി, ആമുലു അൻ യകൂന അംറു കദാലിക യാ സയ്യിദി, ഇങ്ങനെയൊക്കെ ആയിപ്പോയി കാര്യങ്ങൾ. അത്തബീബ് ലാ ഖിബ്റത ലി ബിമിസ്ലി ഹാദൽ മറദ്, എനിക്കിതുപോലൊരു അസുഖത്തെക്കുറിച്ച് മുൻ പരിചയമില്ല. എൻ്റെ ചികിത്സാകാലം തുടങ്ങിയതിന് മുതൽ, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചത് മുതൽ ഇത്തരം ഒരു അസുഖം എനിക്ക് പരിചയമില്ല. അതാണ് ലാ ഖിബ്റത ലി, എനിക്ക് ഐ ഹാവ് നോ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഐ ഹാവ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ്. ഇതുപോലൊരു അസുഖമുള്ളൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് എനിക്കില്ല. وَيَرَأَنِّي عَرَفْتُ أُنَاسًا كَانُوا يَسِيرُونَ فِي نَوْمِهِمْ وَمَاتُوا فِي فِرَاشِهِمْ وَهُمْ مُرْتَاحُ الضَّمِيرِ, രാത്രി ഇറങ്ങി നടക്കുന്ന, ഉറക്കത്തിൽ സഞ്ചരിക്കുന്ന ഒരുപാട് രോഗികളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. وَيَرَأَنِّي عَرَفْتُ أُنَاسًا كَثِيرًا, ധാരാളം ആളുകളെ എനിക്കറിയാം. യസീറൂന ഫീ നൗമിഹിം, അവരുടെ ഉറക്കങ്ങളിൽ അവർ സഞ്ചരിക്കുന്നു. വമാതു ഫീ ഫിറാഷിഹിം, അവരുടെ വിരിപ്പുകളിൽ അവർ മരിച്ചു പോകുന്നു. വഹും മുർതാഹുൽ ലമീർ, പക്ഷേ അവരുടെ അന്തരം, അവരുടെ ഉള്ള് ആശ്വാസമുള്ളവരായിട്ട്, ഇർത്താഹ എന്ന് പറഞ്ഞാൽ റാഹത്തുള്ളതായി, ലമീർ എന്ന് പറഞ്ഞാൽ അന്തരം, ഉള്ള്. അപ്പോൾ അവരുടെ മനസ്സിലും ഉള്ളിലും ആശ്വാസമുള്ളതായിട്ട് രാത്രികാലങ്ങളിൽ മരിച്ചു പോകുന്ന, രാത്രി സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഉള്ളു കലങ്ങിയ, ഉള്ളിൽ ക്രൂരതയുടെ ഭാണ്ഡക്കെട്ടുകൾ നിറച്ചുവെച്ച ഒരു ഹൃദയത്തിനുടമയായ ഒരാളെയും എൻ്റെ വൈദ്യ ലോകം തുടങ്ങിയതിന് ശേഷം ഞാൻ ചികിത്സിച്ചിട്ടില്ല. വീണ്ടും ലേഡി മക്ബത്ത്, ഭർത്താവിനോട് പറഞ്ഞ ഡയലോഗ, കൈയെഴുക്ക് മനുഷ്യ, നിങ്ങളുടെ വീട്ടിലെ വസ്ത്രം ധരിക്കൂ, നിങ്ങളുടെ സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയും. നിങ്ങള് മുഖം വിളറിയവനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കല്ലേ. ലാ തബ്ദു, നിങ്ങൾ വെളിവാകരുത്. ഷാഹിബൽ വജ്ഹി, ഷാഹിബുൽ വജ്ഹി എന്ന് പറഞ്ഞാൽ മുഖം വിളറിയവൻ. ഹകദ, ഇപ്രകാരം. ഉഖ്ബിറുക മറ ഉഖ്റ അന്ന ബാങ്കോ ഖദ് ദുഫിന വലാ യുംകിനുഹു അൻ യഖ്റുജ മിൻ ഖബരിഹി. ഞാൻ എന്ത് മനുഷ്യങ്ങൾ ഇപ്പോഴും ബാങ്കോ എന്ന് പറഞ്ഞ് നടക്കുക. ആ ബാങ്കോയെ നമ്മൾ ഖബറിൽ അടക്കിക്കഴിഞ്ഞു. അവരിഞ്ഞി ഒരിക്കലും ഖബറിൽ നിന്ന് മടങ്ങി വരികയില്ല. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, അന്ന ബാങ്കോ, തീർച്ചയായും ബാങ്കോ തൻ്റെ ഖബറിൽ നിന്ന് ഇറങ്ങി വരൂല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. പിന്നെ എന്ത് പേടിയാ നിങ്ങൾക്ക്? ഇപ്രകാരമാണ്. അങ്ങനെയെങ്കിൽ ലേഡി മക്ബത്ത്, ഇലൽ ഫിറാഷ്, ഹയ്യാ ഇലൽ ഫിറാഷ്, വരി കിടക്കി. ഹുനാക മയ്യഖറൽ ബാബ്, അപ്പോൾ ആ സംഭവം കൊലപാതകം കഴിഞ്ഞിട്ട് വന്ന് കിടക്കുക എന്ന് പറഞ്ഞില്ലേ. ഹുനാക മയ്യഖറൽ ബാബ്, ആരോ മയ്യഖറൽ ബാബ്, ആരോ നോക്കിംഗ് ദ ഡോർ, ആരോ വാതിൽ മുട്ടുന്നു. ഹയ്യാ 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 നാവിൽനി യദൈക്, വരി കൈയ്യട്ടി, നമുക്കൊന്നും അറിയാത്ത പോലെ. മാ ഫാത്ത് ഖദ് ഫാത്ത്, പോയത് പോയി. ഇലൽ ഫിറാഷ് ഇലൽ ഫിറാഷ് ഇലൽ ഫിറാഷ്, കിടക്കി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത്തബീബ്, എന്നിട്ട് അവൾ പോയി, ലേഡി മാക്ബത്ത് പോയി. തഖ്റുജു, അവർ പുറപ്പെടും. അത്തബീബ് അതംദില്ലാനി ഇലാ ഫിറാഷിഹ, ഇനി അവൾ പോയി കിടക്കും. അൽ വസീഫ മിൻ ഫൗരിഹ, അവൾ പെട്ടെന്ന് ചെയ്യും. അത്തബീബ് സമ്മത ഷായിയാത്തിൻ ശരീരത്തിൻ, എത്രയെത്ര മോശമായ ഷായിയത്തിന്, ശരീരത്തിൽ മോശമായ വ്യാപനങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ പറയില്ല, എന്തൊക്കെ കിംവദന്തികളാണ് യതഹാമസുബിഹന്നാസ്, ജനങ്ങൾ പറയുന്നത്. ജനങ്ങൾക്കിടയിൽ എന്തെല്ലാമാണ് വ്യാപകമായിട്ടുള്ളത്. ഷായിയാത്ത്, വ്യാപകമായി പരന്ന എത്ര കാര്യങ്ങൾ. ശരീരത്തിൽ മോശമായ, യതഹാമസുബിഹ, അതുകൊണ്ട് മർമറിങ്, പരസ്പരം സ്വകാര്യം പറയുന്നു. അന്നാസ്, ജനങ്ങൾ സ്വകാര്യം പറയുന്നു. വമൽ ഖലലു ഗൈറു തബീഇയ്യ, അൽ ഖലൽ ഗൈറു തബീഇ എന്ന് പറഞ്ഞാൽ ഡിസോർഡർ, നാച്ചുറൽ ഡിസോർഡർ, പ്രകൃതിക്കുള്ള ഈ ഒരു ഗതിമാറ്റമല്ല. ഇല്ല നതീജത്ത ഫീലിൻ ഗൈറു തബീഇൻ, പ്രകൃതിക്ക് യോജിക്കാത്ത, ഗൈറു തബീഇ എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് നിരക്കാത്ത അസാധാരണമായ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണ് ശരീരം ഇങ്ങനെ അസാധാരണമായ രീതിയിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ വൈറു തബീഇയായ ഒരു പ്രവർത്തനം എന്നുള്ളത് വൈറു തബീഇയായ മറ്റൊരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ്.
അൽ-ഉഖൂലുൽ മരീള തഫ്ശി അസ്റാറഹാ ഇലൽ വസാഇദി സമാ. അസുഖം ബാധിക്കുന്ന തലച്ചോറുകൾ, ബുദ്ധികൾ, അതിൻ്റെ ബധിരമായ ലോകത്തിൽ നിന്ന് അത് പുറത്തേക്ക് വിടും. അഥവാ മറച്ചു വെച്ച കാര്യങ്ങൾ ബുദ്ധിയുടെ സ്ഥിരത നീങ്ങിക്കഴിഞ്ഞാൽ അത് പുറത്തു ചാടും. ഇന്നഹ ഇല ഔനിൽ ഖസാവസ അഹ്വജു മിൻഹ ഇല ഔനിൽ അതിബ്ബാ. അവളെ കൊണ്ടുപോകേണ്ടത് ഖസാവിസ എന്ന് പറഞ്ഞാൽ മനോരോഗ വിദഗ്ധർ, അല്ലെങ്കിൽ മന്ത്രവാദികൾ എന്നൊക്കെ പറയാം. അവളെ കൊണ്ടുപോകേണ്ടത് ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്കാണ്. ഇല ഔനിൽ അതിബ്ബാ, ഡോക്ടർമാരുടെ അടുത്തേക്കല്ല. അവൾക്ക് മാനസികമാണ്. അപ്പോൾ അവൾ അങ്ങനത്തെ ആളുകളെയൊക്കെ കൊണ്ടുപോകേണ്ടത്. ഫയാഫിരില്ലാഹു ലനാ ജമീഅ. അള്ളാഹു നമുക്കൊക്കെ പുറത്തു നൽകട്ടെ. ഒഹീതുഹ ബിരിയായത്തിക്, ഒഹീതുക അഹീതിഹ അഹീതിഹ ബിരിയായത്തിക്, അഹീതിഹ ബിരിയായത്തിക്. തോഴിയോട് പറയാണ്, നീ അവളൊന്ന് കാര്യം നോക്കണം. അഹീതിഹ, നീ അവളൊന്ന് ചുറ്റുക. ബിരിയായത്തിക, നിന്റെ പരിഗണന കൊണ്ട് എന്ന് പറഞ്ഞാൽ പ്ലീസ് കെയർ ഹർ. വഅബ്ഇദി അൻ മുതനാവിലിഹ കുല്ലു മാ യുംകിനു അൻ തഖ്തുല ബിഹി നഫ്സഹ. അവൾക്ക് കിട്ടുന്നിടത്തുനിന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ വല്ലതുണ്ടെങ്കിൽ ഒഴിവാക്കി വെക്കണം എന്നാണ് പറയുന്നത്. വഅബ്ഇദി അൻ മുതനാവിലിഹ, അവളുടെ ലഭ്യമായ സ്ഥലത്ത് നിന്ന് നീ വിദൂരത്താക്കുക. കുല്ലമാ യുംകിനു അൻ തഖ്തുല ബിഹി നഫ്സഹ, അവൾക്ക് സ്വയം കൊല്ലാൻ കഴിയുന്നത്, അഥവാ സൂയിസൈഡിങ്ങിന് പറ്റിയ വല്ലതുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെക്കണേ. വറാഖിബിഹാലദ്ദവാം, എപ്പോഴും അവളെ നിരീക്ഷിക്കണേ, സ്ഥിരമായിട്ട് അവളെ നിരീക്ഷിക്കണം. താബത്ത് ലൈലതക്, ഗുഡ് നൈറ്റ്. ലഖദ് അർബക്തു അഖലി വഹയ്യർതു ബസരി. എൻ്റെ തല പെരുത്തു, അതാണ് അർബക്തു അഖലി, തല പെരുത്തു എന്ന് പറയുന്നത്. വഹയ്യർതു ബസരി, എൻ്റെ കാഴ്ച അമ്പരന്നു. അൽ-അഫ്കാർ തുറാവിദുനി വല അജ്റ വല തബീരി അൻഹ, എൻ്റെ ചിന്തകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ വസീഫത്ത് താബത്ത് ലൈലത്തിക്ക് യാ ലൈലത്തുക യാ സയ്യിദി അത്തബീബ്. സർ ഗുഡ് നൈറ്റ്. തിരിച്ചും ഗുഡ് നൈറ്റ് പറയാം. അങ്ങനെയാണ് ഡോക്ടർ പോവാണ്. ഇവിടെ വല്ല മന്ത്രവാദിനികളെ അല്ലെങ്കിൽ വല്ല മനോരോഗ വിദഗ്ധരെയൊക്കെയാണ് കാണിക്കേണ്ടത്. എനിക്കിതിന് ചികിത്സ ഒന്നും നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാക്ബത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇയാൾ പറഞ്ഞു, എനിക്ക് ഇതിന് ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മാക്ബത്ത് ആട്ടി വിട്ടു. തനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലും പ്രഗത്ഭരായ ഡോക്ടറെ എത്തിച്ച് എൻ്റെ ഭാര്യയെ ചികിത്സിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മാക്ബത്ത് ഡയലോഗ് അടിക്കുന്നത്. തൊട്ടടുത്ത ദിവസം 2 വാർത്തകളാണ് മാക്ബത്തിനെ തേടിയെത്തുന്നത്. ഒന്നാമത്തെ വാർത്ത, ലേഡി മാക്ബത്ത് സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു. രണ്ടാമത്തെ വാർത്ത, ഡാൻസെൻഡെയിൻ വനം, ഡാൻസെൻഡെയിൻ കുന്നിൻ്റെ മുകളിൽ ബർമൻ വനം എത്തിയിരിക്കുന്നു എന്നതായിരുന്നു രണ്ടാമത്തെ വാർത്ത. എങ്ങനെ കുന്നുമ്മ വനമെത്തുക? നമ്മുടെ മാൽക്കം രാജകുമാരനും ഫിഫിയ പ്രഭുവായ മാക്ഡഫും കൂടിയിട്ട് പടയൊരുക്കം നടത്തി. കൊട്ടാരത്തിൽ തന്നെയുള്ള ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടി വലിയൊരു സൈന്യവുമായിട്ട് എല്ലാവരും കൂടി പടയൊരുങ്ങി വരികയാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടൊരു തന്ത്രമാണ്. വരുന്ന സമയത്ത് മരക്കൊമ്പ് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മരക്കൊമ്പ് മാത്രമേ കാണുള്ളൂ, ആളെ കാണൂല. അപ്പോൾ എത്ര ആൾക്കാരുണ്ട് എന്നുള്ള ഒരു കാൽക്കുലേഷൻ എതിർ സൈന്യത്തിന് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് ബർമൻ വനത്തിലെ എല്ലാ മരങ്ങളും ഏകദേശം വെട്ടിങ്ങനെ ആളുകൾ പിടിച്ചിട്ടുണ്ട്. 10,000 ആളുകളുണ്ട്. ഇവിടെ നിന്നാണ് നോക്കിയ ഡൻസെൻഡെയിൻ മലയിലേക്ക് നോക്കിയ ബർമൻ വനം ഡൻസെൻഡെയിൻ മലയിൽ എത്തിയതുപോലെയാണ്. ഇത് രണ്ടും കേട്ടപ്പോൾ മാക്ബത്ത് ഞെട്ടി. ലേഡി മാക്ബത്ത് ഇപ്പോൾ മരിക്കരുതായിരുന്നു, എനിക്ക് ധൈര്യം തരേണ്ടവളായിരുന്നു അവൾ എന്ന് പറയുക അല്ലാതെ വേറെ രക്ഷയില്ല. അടുത്തത് പടയൊരുക്കം തയ്യാറാക്കാണ്. എവിടെ? സെറ്റാൾ തൻ്റെ ഇഷ്ടക്കാരനായ പടയാളിയെ വിളിച്ചു. എത്രയും പെട്ടെന്ന് തയ്യാറാകൂ, സൈന്യം ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. മാക്ഡഫ് വന്നു. ശരിയാ, നീ എൻ്റെ ഭാര്യയും മക്കളെയും കൊന്നു, ഞങ്ങളുടെ പ്രിയങ്കരനായ രാജാവിനെ കൊന്നു എന്ന് പറയുമ്പോൾ മാക്ബത്ത് പറയുന്നു, മാക്ഡഫ് അതിമോഹമാണ്, എന്നെ വധിക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം എന്നെ വധിക്കണമെങ്കിൽ സ്ത്രീ പ്രസവിച്ച ഒരാൾക്കും എന്നെ വധിക്കാനാവില്ല. എത്ര വലിയ സൈന്യം കോപ്പുകൂട്ടിയാലും എൻ്റെ അന്ത്യം കുറിക്കാൻ നിങ്ങൾക്കാവില്ല. മാക്ഡഫ് പറഞ്ഞു, എന്നാൽ നിന്റെ അന്ത്യകൂദാശ നടത്തുന്നത് ഞാൻ തന്നെയാണ്. നിന്റെ അന്ത്യം എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം
എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചതല്ല. പ്രസവിക്കൽ പ്രയാസമായതുകൊണ്ട് വാളുകൊണ്ട് കീറിയാണ് ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തെടുത്തത്. എൻ്റെ ജന്മമുണ്ടായത് അങ്ങനെയാണ്. മാക്ബത്ത് ഞെട്ടി. ആ പ്രേതരൂപികൾ എന്നെ ചതിച്ചല്ലോ. രണ്ട് കാര്യങ്ങളും പുലർന്നിരിക്കുന്നു. അമ്മ പ്രസവിക്കാത്ത ഒരാളിതാ എൻ്റെ മുന്നിൽ വാളേന്തി നിൽക്കുന്നു. ബെർമാൻ വനം ഡെൻസൻഡൈൻ കുന്നിലെത്തിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കാണുന്നത് വിജയാരവം മുഴക്കി വരുന്ന മാൽക്കം രാജകുമാരനെയാണ്. തെരുവിലൂടെ, സ്കോട്ട്ലാൻഡിൻ്റെ തെരുവിലൂടെ മാൽക്കം രാജകുമാരൻ വിജയാരവം മുഴക്കിക്കൊണ്ടുവരുന്നു. എല്ലാവരും ജയ് വിളിക്കുന്നു. പുറകിൽ മാക്ഡഫിൻ്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളിൽ മാക്ബത്തിൻ്റെ തല. അത്യാഗ്രഹത്തിന്, ചതിക്ക്, വഞ്ചനക്ക് അന്ത്യം. വാളെടുത്തവൻ വാളാൽ